ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ സഭാപ്രസംഗൻ 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. ഒന്നാമത്തെ ചോദ്യം: ദേവാലയത്തിൽ വെച്ച് ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് ആരുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ. തങ്ങൾ പ്രവർത്തിക്കുന്നത് തിന്മയാണെന്ന് അറിയാത്തതാർക്ക്? ഭോഷന്മാർക്ക്. ദൈവസന്നിധിയിൽ എന്തു ചെയ്യാനാണ് തിടുക്കം കൂട്ടരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രതിജ്ഞയെടുക്കാൻ. ദൈവം സ്വർഗത്തിലാണ്, അതുകൊണ്ട് നിന്റെ വാക്കുകൾ എങ്ങനെയിരിക്കട്ടെ എന്നാണ് സഭാപ്രസംഗൻ പറഞ്ഞിരിക്കുന്നത്? ചുരുങ്ങിയിരിക്കട്ടെ. ദുസ്വപ്നങ്ങൾ കൂടുന്നത് എപ്പോഴാണ്? ആകുലതയേറുമ്പോൾ. വാക്കുകളേറുമ്പോൾ അത് എങ്ങനെയുള്ള ജൽപ്പനമായി മാറും? മൂഢജൽപ്പനം. ദൈവത്തിന് നേർച്ച നേർന്നാൽ എന്തു ചെയ്യാനാണ് താമസിക്കരുതാത്തത്? അത് നിറവേറ്റാൻ. ആരിലാണ് ദൈവത്തിന് പ്രീതിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? മൂഢരിൽ. നേർച്ച നേർന്നിട്ട് നിറവേറ്റാതിരിക്കുന്നതിനേക്കാൾ ഭേദം എന്തു ചെയ്യുന്നതാണ്? നേരാതിരിക്കുന്നതാണ്. നിന്റെ എന്ത് നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ എന്നാണ് സഭാപ്രസംഗൻ പറഞ്ഞിരുന്നത്? അധരങ്ങൾ. വാക്കുകൾ ദൈവത്തെ പ്രകോപിപ്പിച്ചാൽ നിന്റെ എന്തു നശിക്കാനിടയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ അധ്വാന ഫലം. പൊള്ള വാക്കുകൾ വർദ്ധിക്കുന്നത് എപ്പോൾ? സ്വപ്നങ്ങളേറുമ്പോൾ. ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും എന്തു നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നീതിയും ന്യായവും. മേലധികാരിയെ അവനു മുകളിലുള്ളവനും അവനെ അവനും മുകളിലുള്ളവനും എന്തു ചെയ്യുന്നുവെന്നാണ് സഭാപ്രസംഗൻ പറഞ്ഞത്? നിരീക്ഷിക്കുന്നു. ഭൂമിയുടെ വിളവ് ആർക്കുള്ളതാണ്? എല്ലാവർക്കുമുള്ളത്. ആർക്കു പോലും ഭൂമിയുടെ വിളവിൽ ആശ്രയിക്കാതെ വയ്യ എന്നാണ് സഭാപ്രസംഗൻ പറഞ്ഞത്? രാജാവിനും. ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ലാത്തതാർക്കാണ്? ദ്രവ്യാഗ്രഹിക്ക്. ധനം കൊണ്ട് തൃപ്തി അടയുകയില്ലാത്തതാരാണ്? ധനം മോഹിക്കുന്നവൻ. ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? അധ്വാനിക്കുന്നവന്. ധനികന്റെ ഉറക്കം കെടുത്തുന്നതെന്ത്? അമിത സമ്പാദ്യം. ധനികൻ മുതൽ സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ തന്നെ നാശത്തിന്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ പോകും. അവൻ്റെ പ്രയത്നഫലത്തിൽ ഒന്നും അവൻ കൊണ്ടുപോവുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ധനികനെക്കുറിച്ച്. ഈ ഹ്രസ്വജീവിതം മനുഷ്യൻ എന്തു ചെയ്യുന്നതാണ് ഉത്തമവും യോഗ്യവുമായി സഭാപ്രസംഗൻ മനസ്സിലാക്കിയത്? തിന്നുകുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ്. ഈ ഹ്രസ്വജീവിതത്തെ എങ്ങനെയുള്ള ജീവിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവദത്തമായ ജീവിതം. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ എന്തു ചെയ്യേണ്ടതാണ്? മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും. സഭാപ്രസംഗൻ 5-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും. എന്തുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് മനുഷ്യൻ പര്യാകുലനാകാത്തത്? ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നതിനാൽ. താങ്ക് യു.